ഇന്ന് ബീഹാറിൽ നിന്നുള്ള ഒരു നാടോടി കഥ പറഞ്ഞു തരാം. കാലിയ എന്നാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. അയാൾ ഗംഗാനദിയുടെ കരയിലുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു താമസം. ആ ഗ്രാമത്തിൽ അയാളെപ്പോലെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. പല പണികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഈ കാലിയയുടെ ജോലി ചെരുപ്പുണ്ടാക്കലാണ്. അയാളുടെ ഭാര്യയുടെ പേര് സ്വപ്ന എന്നായിരുന്നു. ചെരുപ്പുണ്ടാക്കുകയോ കത്തി ഉണ്ടാക്കുകയോ കത്തികൾക്ക് മൂർച്ച കൂട്ടുകയോ അല്ലെങ്കിൽ തുന്നൽ പണി ചെയ്യുകയോ തുണി നെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പണിക്കാരെ ഇവരുടെ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും വളരെ ദരിദ്രരുമായിരുന്നു. ഇവർ ഗംഗാനദിയുടെ ഒരു കരയിലാണ് താമസം. മറുകരയിലാണ് നാട്ടിലെ പണക്കാരായ ആൾക്കാർ താമസിച്ചിരുന്നത്. നമ്മുടെ കാലിയ ഉണ്ടാക്കുന്ന ചെരുപ്പുകൾ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഏറ്റവും നല്ല തുകൽ കണ്ടുപിടിച്ച് അതിൽ ഏറ്റവും നന്നായിട്ട് തുന്നൽ പണികളൊക്കെ ചെയ്തിട്ടാണ് കാലിയ ചെരുപ്പുണ്ടാക്കിയിരുന്നത്. അത് വളരെ പണക്കാരായ ആൾക്കാർ പോലും വന്ന് വാങ്ങിയിടുമായിരുന്നു. ചിലപ്പോൾ ഒരു ജോഡി ചെരുപ്പുണ്ടാക്കാനൊക്കെ കാലിയയ്ക്ക് ആഴ്ചകളോളം പണിയെടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള പണികളാണ് ആൾക്കാർ കാലിയയോട് ചെയ്യാൻ പറയുക. മാത്രമല്ല, കാലിയ ഉണ്ടാക്കുന്ന ചെരുപ്പുകളുടെ മുൻവശം കാലിയ നന്നായിട്ട് വളച്ച് പാകപ്പെടുത്തുമായിരുന്നു. അങ്ങനെയുള്ള ചെരുപ്പുകൾ മറ്റെങ്ങും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാലിയയ്ക്ക് നല്ലോണം ജോലി ഉണ്ടായിരുന്നു. ഒരു ദിവസം കാലിയും ഭാര്യയും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കാലിയ പറഞ്ഞു, നോക്ക്, നമ്മുടെ കാര്യം എത്ര കഷ്ടമാണ്. പലപ്പോഴും ചെരുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണക്കാരായ ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. അവരെത്ര സ്നേഹത്തോടെയാണ് നമ്മൾ സംസാരിക്കുക. അവരുടെ കാലിൻ്റെ അളവെടുക്കാനും അവർക്ക് ഇഷ്ടമുള്ള പലതരത്തിലുള്ള ചെരുപ്പുകളുടെ രീതികൾ നമുക്ക് പറഞ്ഞു തരാനും അവയുടെ നിറങ്ങൾ തിരഞ്ഞെടുക്കാനും അവയുടെ തുന്നൽ പണികൾ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനും അവയുടെ മുൻവശത്ത് എത്ര ചുരുളുകൾ വേണം എന്ന് പറയാനുമൊക്കെ അവർ നമ്മുടെ അടുത്ത് വളരെ ക്ഷമയോടെ കാത്തു നിൽക്കും. എന്നാൽ പണി ഏൽപ്പിച്ച് പോയാലോ തൊട്ടടുത്ത ദിവസം മുതൽ അവർ അക്ഷമരാകാൻ തുടങ്ങും. എന്നിട്ട് ചെരുപ്പിൻ്റെ പണി തീർന്നാലോ അവർ വന്ന് തട്ടിപ്പറിച്ചതുപോലെ വാങ്ങിക്കൊണ്ട് പോകും. മിക്കവാറും മുഴുവൻ പണം തരികയില്ല. കുറച്ച് തന്നിട്ട് ബാക്കി പിന്നെ തരാമെന്ന് പറയും. ആ ബാക്കിയുള്ള പണം വാങ്ങാൻ ചെന്നാലോ അതൊട്ട് തരികയുമില്ല. എത്ര ദിവസം നടന്നാലാണ് കുറച്ചെങ്കിലും കിട്ടുന്നത്? എന്നാൽ പണി ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആൾക്കാർ വന്നാൽ നമ്മൾ പണി ചെയ്തേ പറ്റൂ. നമുക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതാ നോക്ക്, നമ്മുടെ ഗ്രാമത്തിന് ചുറ്റും ഒരുപാട് സ്ഥലം വെറുതെ കിടപ്പുണ്ട്. കുറച്ച് വിത്ത് വാങ്ങാനെങ്കിലുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിന് ചുറ്റും വിത്ത് വിതച്ച് കൃഷി ചെയ്യാമായിരുന്നു. അടുത്ത കാടുണ്ട്. കാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ശേഖരിച്ച് നമുക്ക് വേണമെങ്കിൽ വിൽക്കാമായിരുന്നു. ഇത് നമുക്ക് ഒന്നിനും പണമില്ല, ഒന്നിനും സമയമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് തുന്നിയാലാണ് ചെരുപ്പുകൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത്. തീർത്ത് കഴിഞ്ഞാലോ നാം വിചാരിക്കുന്നത് പോലെയുള്ള പ്രയോജനമൊന്നും കിട്ടുന്നതുമില്ല. കുറേ പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പോൾ കാലിയയുടെ ഭാര്യ സ്വപ്ന പറഞ്ഞു, ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയാറുള്ള കാര്യം തന്നെയല്ലേ ഇത്. നമ്മളുടെ കയ്യിൽ പണമില്ലല്ലോ, പിന്നെ പണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉള്ള ജോലി വൃത്തിയായിട്ട് ചെയ്ത് ഉള്ളത് കൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങ് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാലിയ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് കുറച്ച് പണം കിട്ടിയേ തീരൂ. ഇതൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് കാലിയ ഭക്ഷണം കഴിച്ചു തീർത്തു. അതിനുശേഷം കാലിയ പറഞ്ഞു, ഞാനൊന്ന് പുറത്തിറങ്ങാണ്. എവിടുന്നെങ്കിലും കുറച്ച് പണം കിട്ടാനുള്ള മാർഗമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ സ്വപ്ന പറഞ്ഞു, നിങ്ങൾ എന്ത് നോക്കാനാണ്? നമ്മുടെ ഗ്രാമത്തിലെ എല്ലാവരും നമ്മളെപ്പോലെ ദരിദ്രരാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പണത്തിനൊരു പരിധിയുണ്ട്. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂ. കാലിയ പറഞ്ഞു, എന്നാലും ഞാൻ നോക്കട്ടെ. സ്വപ്നയ്ക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് കാലിയ കാര്യം പറയും. എന്നിട്ട് വിളക്കും എടുത്ത് കുറച്ച് ദൂരം നടക്കാൻ പോവും. കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നടന്നു കഴിയുമ്പോൾ അയാൾക്ക് സമാധാനമാകും. തിരിച്ചു വന്ന് കിടന്നുറങ്ങിക്കോളും. രാവിലെ വീണ്ടും അയാൾ തൻ്റെ ചെരുപ്പ് തുന്നാനിരുന്നോളും. അങ്ങനെ കാലിയ ചെറിയൊരു ചൂട്ടും കത്തിച്ച് ഗ്രാമപാതയിലൂടെ നടക്കാനിറങ്ങി. പാതയുടെ ഒരു വശത്ത് വളരെ ഇടതൂർന്ന മരങ്ങളുള്ള ഒരു വനമുണ്ടായിരുന്നു, ഒരു ചെറിയ വനം. കാലിയ ഇങ്ങനെ വഴിയിലൂടെ നടക്കുമ്പോൾ ആ വനത്തിനുള്ളിൽ എന്തോ ഒന്ന് മിന്നുന്നത് കണ്ടു. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കാലിയ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ചാരിയിരുന്ന് പുക വലിക്കുകയാണ്. നിറയെ താടിയും മുടിയുമൊക്കെയുള്ള പ്രായം ചെന്ന ഒരു മനുഷ്യൻ. കാലിയ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാ, എന്താ ഇവിടെ ഇരിക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ ആരാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളാരാ ഇരുട്ടത്ത് ചൂട്ടും കത്തിച്ച് നിങ്ങളെവിടാ പോന്നേ? അപ്പോൾ കാലിയ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് നടക്കാനിറങ്ങിയാണ്. കുറേ നടക്കുമ്പോൾ ചിലപ്പോൾ എനിക്കിത്തിരി സമാധാനം കിട്ടിയേക്കും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ സമാധാനം ഇല്ലാത്ത, അത് പറയൂ. കാലിയ പറഞ്ഞു, എങ്ങനെ സമാധാനിക്കാനാണ്? ഞാനൊരു ചെരുപ്പൂത്തിയാണ്. എത്ര കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും എത്ര മനോഹരമായിട്ട് ചെരുപ്പുകൾ ഉണ്ടാക്കിയിട്ടും എനിക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടുന്നില്ല. അതോർത്ത് എനിക്കൊരു സമാധാനമില്ല.
അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് കൂലി കിട്ടുന്നില്ലേ, അതുകൊണ്ട് ജീവിച്ചാൽ പോരെ. അപ്പോൾ കാലിയ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് കൂലി കിട്ടുന്നില്ല. ചെരുപ്പ് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ എനിക്ക് പണം വാങ്ങാൻ പറ്റൂ. പണം തരുന്നവരാരും എനിക്ക് മുഴുവൻ പണം തരുന്നില്ല. ചെരുപ്പുണ്ടാക്കാൻ തുകൽ വാങ്ങാനും നൂല് വാങ്ങാനും ഒക്കെ എനിക്ക് കുറേ പണം ചിലവാകും. അത് മുൻകൂറായിട്ട് തരാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ എൻ്റെ അടുത്ത് പണി ഏൽപ്പിക്കില്ല. അവർ നഗരത്തിൽ എവിടെയെങ്കിലും പോയി അത്ര ഭംഗിയില്ലാത്ത ചെരുപ്പുകളാണെങ്കിലും വാങ്ങിയിടും. ഇപ്പോൾ ആൾക്കാർക്ക് എൻ്റെ ചെരുപ്പ് വേണം താനും, എനിക്ക് പണം തരാനുമില്ല. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് 2 കൈയും കൂടെ തരട്ടെ, ഞാൻ 4 കൈയും കൂടി ചെരുപ്പുണ്ടാക്കിയാലോ? അപ്പോൾ കാലിയെ പറഞ്ഞു, എനിക്ക് 4 കൈ ഉണ്ടെങ്കിലും 6 കൈ ഉണ്ടെങ്കിലും ആൾക്കാർ പണം തരണ്ടേ, എനിക്ക് പണമാണ് വേണ്ടത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കയ്യിൽ പണം തരാനൊന്നുമില്ല, എൻ്റെ കയ്യിലൊരു ഭൂതമുണ്ട്. ഈ ഭൂതം നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് തരും, ഒന്ന് ചോദിച്ച് നോക്ക്. അങ്ങനെ ഈ മനുഷ്യനൊരു മന്ത്രം ചൊല്ലി. ഇയാളൊരു മന്ത്രവാദിയാണ് എന്ന് അപ്പോഴാണ് കാലിയേക്ക് മനസ്സിലായത്. മന്ത്രവാദി മന്ത്രം ചൊല്ലിയതും ഒരു പച്ച നിറമുള്ള ഭൂതം മരത്തിന് മുകളിൽ നിന്ന് പറന്ന് താഴേക്ക് വന്ന് കാലിയുടെ മുന്നിലിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടത്, വേഗം പറയൂ. അപ്പോൾ കാലിയ പറഞ്ഞു, എനിക്ക് പണം വേണം. ഭൂതം ഒരു മന്ത്രം ചൊല്ലി. പെട്ടെന്ന് ഭൂതത്തിൻ്റെ കയ്യിലൊരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു വലിയ സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ. എന്നിട്ട് ഭൂതത്താൻ കാലിയോട് പറഞ്ഞു, താ നോക്ക, ഈ സഞ്ചിയിലെ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്. കാലി ചോദിച്ചു, അതെന്താ കാര്യം, വേഗം പറ. ഭൂതത്താൻ പറഞ്ഞു, അടുത്ത 3 മാസം ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ വന്നിക്കും. ഈ 3 മാസവും നീ എനിക്ക് ജോലി തന്നുകൊണ്ടിരിക്കണം. ഒരു ജോലി തീർന്നാൽ ഉടനെ അടുത്ത ജോലി, ആ ജോലി തീർന്നാൽ അടുത്ത ജോലി, അങ്ങനെ നിർത്താതെ ജോലി തന്നുകൊണ്ടിരിക്കണം. 3 മാസത്തിന് മുമ്പ് എപ്പോൾ നീ ജോലി തരുന്നു നിർത്തുന്നോ അപ്പോൾ നീ എൻ്റെ അടിമയായിത്തീരും. നിന്നെ ഞാൻ കാട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ ഞാൻ പറയുന്നത് ചെയ്തുകൊണ്ട് നീ എൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും. അതല്ല, നീ എനിക്ക് 3 മാസവും തുടർച്ചയായിട്ട് ജോലി തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ ഞാൻ നിനക്ക് തരും, എന്നിട്ട് തിരിച്ചു പോരും. കാലിക്ക് വലിയ സന്തോഷമായി. ജോലി തീരാനാണോ പ്രയാസം, വീട്ടിലെ ചെരുപ്പുണ്ടാക്കൽ തന്നെ വലിയ പണിയാണ്. പിന്നെ സ്വപ്ന എപ്പോഴും പറയുന്നുണ്ട് അടുക്കളയിൽ നിറയെ പണിയാണെന്ന്. ഇതൊന്നും പോരെങ്കിൽ വീടിന് ചുറ്റും കുറേ കൃഷിസ്ഥലമുണ്ട്, ഗ്രാമത്തിലെ ആൾക്കാർക്കൊക്കെ വേണ്ടി അവിടെ വിത്ത് വിതയ്ക്കാം. അപ്പോൾ ഭൂതത്തിന് പണിയുമായി, തങ്ങൾക്കൊരു വരുമാന മാർഗവുമായി. ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് കാലിയ ഭൂതത്തിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി. ഉറങ്ങാൻ വട്ടം കൂട്ടുകയായിരുന്ന സ്വപ്നയെ വിളിച്ച് കാര്യം പറഞ്ഞത് കേട്ടപ്പോഴേ സ്വപ്നയ്ക്ക് പേടിയായി. അപ്പോൾ കാലിയ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഈ ഭൂതത്തിന് നമുക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഭൂതം പറഞ്ഞു, ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങും, നാളെ രാവിലെ എനിക്ക് പണി തന്നാൽ മതി. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. ഭൂതം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കാലിയുടെ മുന്നിൽ ഹാജരായി. കാലിയ ഭൂതത്തിനോട് പറഞ്ഞു, വേഗം പോയി ഞങ്ങളുടെ ഗ്രാമത്തിന് ചുറ്റും വിശാലമായിട്ട് കിടക്കുന്ന കൃഷിസ്ഥലം ഉഴുതിട്ട് വാ, അപ്പോൾ അടുത്ത പണി തരാം. ഇത് 1-2 ദിവസമെങ്കിലും ഭൂതം പണി ചെയ്യുമെന്നാണ് കാലിയ വിചാരിച്ചത്. പക്ഷെ പോയ പോലെ ഭൂതം പെട്ടെന്ന് തിരിച്ചു വന്നു. ശരി യജമാനെ, ഞാൻ നിലം ഉഴുത് കഴിഞ്ഞു. കാലിയ ചെന്ന് നോക്കുമ്പോൾ നേരാണ്, ചുറ്റുപാടുമുള്ള നിലം മുഴുവൻ നിമിഷ നേരം കൊണ്ട് ഭൂതം ഉഴുതു മറിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാലിയ പറഞ്ഞു, ശരി, ഇനി അതിൽ വിത്ത് വിതയ്ക്കാം. ശരി യജമാനെ എന്ന് പറഞ്ഞ് പോയതും ദാ തിരിച്ചു വരുന്നു, വിത്ത് വിതച്ച് കഴിഞ്ഞു. കാലിക്ക് പേടിയായി. ഭാര്യ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നീയേ ആ വിളഞ്ഞ നെല്ല് കൊയ്ത് അത് മെതിച്ച് നെല്ലാക്കി പുഴുങ്ങി ഉണക്കിത്ത. മാത്രമല്ല കാട്ടിലെ നിറയെ മുന്തിരിപ്പഴങ്ങൾ കാണും, ആ മുന്തിരിപ്പഴങ്ങൾ പറിച്ച് കുറച്ച് ചാറെടുത്ത് അത് വീഞ്ഞാക്കിയും കൊണ്ടുപോവാ. ഈ സമയത്ത് മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാവാറില്ല എന്ന് കാലിയുടെ ഭാര്യയ്ക്ക് അറിയാം. മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാകുന്ന സമയമേ അല്ല ഇത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാവൂ, അതുവരെ സമയം കിട്ടുമല്ലോ എന്നാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചത്. പക്ഷെ ഭൂതം പാടത്തേക്ക് പോയതും നെല്ല് പെട്ടെന്ന് വളർന്നു, അത് വിളഞ്ഞ് പാകമായി. ഭൂതത്താൻ അത് കൊയ്തു, മെതിച്ചു, പുഴുങ്ങി ഉണക്കി ധാരിയുമായിട്ട് വന്നിരിക്കുന്നു. കാലിയുടെ ഭാര്യ ഒന്ന് പേടിച്ചു, എന്നാലും വിചാരിച്ചു കാട്ടിലെ മരങ്ങളിൽ പടർന്നു കിടക്കുന്ന മുന്തിരി വള്ളികളിൽ കായ ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും. മാത്രമല്ല കായ ഉണ്ടായാലും അത് പറിച്ച് അതിൻ്റെ ചാറെടുത്ത് വീഞ്ഞുണ്ടാക്കാൻ കുറേ നേരം എടുക്കും. കുറഞ്ഞതൊരു 3 ആഴ്ചയെങ്കിലും എടുക്കും വീഞ്ഞുണ്ടായി വരാൻ, അതുവരെ സമയം കിട്ടുമല്ലോ. പക്ഷേ ദാ വരുന്നു ഭൂതത്താൻ വലിയൊരു ഭരണി നിറയെ വീഞ്ഞുമായിട്ട്. കാലിയുടെ ഭാര്യ ആകെ പേടിച്ചു പോയി. അവർ ഭൂതത്താനോട് അടുക്കള പണി ചെയ്യാൻ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ഭൂതത്താൻ അടുക്കള പണി ചെയ്തു കഴിഞ്ഞു. തുണി നനയ്ക്കാൻ പറഞ്ഞു, പാത്രം കഴുകാൻ പറഞ്ഞു, മുറ്റം തൂക്കാൻ പറഞ്ഞു, വീട് മേയാൻ പറഞ്ഞു. അങ്ങനെ സ്വപ്നയും കാലിയും കൊടുക്കാവുന്ന പണികളൊക്കെ ഭൂതത്താന് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ നിമിഷ നേരം കൊണ്ട് ഭൂതത്താൻ ചെയ്ത് തീരുകയും ചെയ്തു. രണ്ടുപേരും ആകെ പേടിച്ചു. നിമിഷവും ഭൂതത്താൻ പിടിച്ചുകൊണ്ട് പോകും. 3 മാസം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല.
അതിനു മുമ്പ് വീട്ടിലെയും പാടത്തെയും പറമ്പിലെയും പണികൾ മുഴുവൻ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഭൂതത്താൻ മുറ്റത്ത് വിറക് കീറുകയാണ്. വിറക് കീറുക എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് കുറച്ച് തടി വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാണ് ഒരു കുന്ന് തടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അത് കീറാൻ പറഞ്ഞ് അങ്ങോട്ട് വിട്ടിട്ടേ ഉള്ളൂ. ഇപ്പം വിറക് മുഴുവൻ കീറി അടുക്കി വെച്ചിട്ട് വരും. എന്ത് പണി കൊടുക്കും? കാലിയെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ സ്വപ്ന പറഞ്ഞു, എന്തായാലും പറ്റി, നിങ്ങൾ പേടിക്കേണ്ട, ഭൂതത്താന് പറ്റിയൊരു പണി ഞാനിപ്പോൾ കൊടുക്കാം. ഭൂതത്താൻ വന്നു. ഭൂതത്താൻ കാലിയോട് പറഞ്ഞു, വിറക് കീറി തീർന്നു, വേഗം അടുത്ത പണിതാ. അപ്പോൾ കാലിയുടെ ഭാര്യ സ്വപ്ന പറഞ്ഞു, ശരി, അടുത്ത പണി തരാം. എന്താ നോക്ക്, ഞങ്ങളുടെ പട്ടിയെ കണ്ടോ? അവൻ്റെ ഒരു പോലാന്നാണേ. ആ പട്ടിയുടെ വാലിങ്ങനെ വളഞ്ഞിരിക്കുന്നത് കണ്ടോ? ആ വാലൊന്ന് നൂർത്ത് തരണം. അത് നൂർത്ത് കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത പണി തരാം. ഭൂതത്താൻ ചെന്ന് പട്ടിയുടെ വാല് പിടിച്ച് നേരെ വലിച്ചു പിടിച്ചു. വിട്ടപ്പോൾ അത് വളഞ്ഞു വരുന്നു. ഭൂതത്താൻ ഉടനെ ഒരു കമ്പെടുത്ത് പട്ടിയുടെ വാല് കമ്പോട് ചേർത്ത് കെട്ടിവെച്ചു. ഇത്തിരി നേരം കഴിഞ്ഞ് അഴിച്ചു നോക്കി. പട്ടിയുടെ വാല് വളഞ്ഞു വരുന്നു. ഉടനെ ഭൂതത്താൻ ചെന്ന് ഒരു വലിയ കുഴലെടുത്ത് പട്ടിയുടെ വാല് കുഴലിൽ കയറ്റി കുറേ നേരം ഇട്ട് വെച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കുഴൽ ഊരിയപ്പം വാല് വളഞ്ഞു വരുന്നു. ഭൂതത്താൻ ആകെ കുഴങ്ങി. കാലിയും ഭാര്യയും വീട്ടിലേക്ക് പോയി. അവർക്ക് ഇപ്പോൾ ഒരുപാട് നെല്ലുണ്ട്, വീഞ്ഞുണ്ട്, ചുറ്റുപാടുമുള്ള കൃഷിസ്ഥലം വീണ്ടും കൃഷിക്ക് യോഗ്യമായിട്ട് കിടക്കുകയാണ്. 3 മാസം വരെ സമയമുണ്ടല്ലോ. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ 3 മാസം കഴിഞ്ഞു. 3 മാസം തികയുന്ന ദിവസം വാതിലൊരു മുട്ട് കേട്ടു. കാലിയും ഭാര്യയും ചെന്ന് വാല് തുറക്കുമ്പോൾ ഭൂതത്താനോട് ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ ഉറക്കം തൂങ്ങുന്നത് പോലെ ഇരുന്നു. ദേഹം ആകെ ക്ഷീണിച്ചിരിപ്പുണ്ട്. അവനെ കണ്ടാൽ വല്ലാത്ത കഷ്ടം തോന്നും, അത്രയ്ക്ക് ക്ഷീണിച്ചു പോയിരിക്കുന്നു. ഭൂതത്താൻ പറഞ്ഞു, ഞാൻ കുറേ ദിവസമായി ഉറങ്ങിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇതുവരെ നിങ്ങളുടെ പട്ടിയുടെ വാലൊന്നും ഊർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇനി അത് പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവാണ്. ആ സഞ്ചി നിറയുള്ള സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾ എടുത്തോ, എനിക്കിനി അത് വേണ്ട. ഇതും പറഞ്ഞുകൊണ്ട് പട്ടി അവിടെ വിട്ടിട്ട് ഭൂതത്താൻ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കാലിയെയും ഭാര്യയും പണക്കാരായി തീരുകയും ചെയ്തു. ഗ്രാമത്തിലുള്ള ജനങ്ങളെ എല്ലാവരും പിന്നീട് നന്നായിട്ട് സഹായിക്കുകയും ചെയ്തു. ഇതാണ് കാലിയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.